കല്യാണത്തിന്റെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഹർഷമുറിയിലേക്ക് കയറുമ്പോൾ മനസ്സ് ഭാരപ്പെട്ടതുപോലെയായിരുന്നു. അലങ്കരിച്ച മുറിയും കട്ടിലിലെ പൂക്കളും അവളെ സന്തോഷിപ്പിച്ചില്ല. ജീവനായിരുന്ന കാമുകനെ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടത് അവൾക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധവും സങ്കടവും കണ്ടപ്പോൾ മാത്രമാണ് ദീപക്കിനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിച്ചത്. മുറിയിലെ ജനലിലൂടെ പുറത്തെ നിലാവും നോക്കി നിൽക്കുമ്പോഴാണ് ദീപക് അകത്തേക്ക് വന്നത്. ഹർഷ ആകെയൊന്ന് പരിഭ്രമിച്ചു. ദീപക് ഒരു പാവമാണെന്ന് അവൾക്കറിയാം. പണ്ടേ അവനോട് ചെറിയൊരു ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു. എങ്കിലും ഈ നിമിഷം എങ്ങനെ നേരിടുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ദീപക് അവളുടെ അരികിലേക്ക് വന്നു. അവന്റെ മുഖത്ത് ഹർഷയോടുള്ള വലിയൊരു കരുതലുണ്ടായിരുന്നു. അവൻ സാവധാനം അവളുടെ തോളിൽ കൈവച്ചു. ഹർഷ, നീ ഇങ്ങനെ പേടിക്കണ്ട, ദീപക് പതുക്കെ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം പെട്ടെന്ന് മറക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ ഉള്ളിലെ ആ സങ്കടം മാറാൻ എത്ര സമയം വേണമെങ്കിലും നീ എടുത്തോ. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഹർഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ദീപക് തുടർന്നു. നമ്മൾ ഇന്നു മുതൽ ഭാര്യയും ഭർത്താവുമായിരിക്കാം. പക്ഷേ അതിലുപരി നല്ല കൂട്ടുകാരായിരിക്കാനാണ് എനിക്കിഷ്ടം. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്റെ ശരീരത്തിൽ തൊടില്ല. നിനക്ക് എപ്പോഴാണോ എന്നോട് പൂർണ്ണമായി മനസ്സ് തുറക്കാൻ തോന്നുന്നത് അന്ന് മതി നമുക്കിടയിലെ ബാക്കി കാര്യങ്ങളെല്ലാം. അതുവരെ നിനക്കൊരു കാവലായി ഞാൻ കൂടെയുണ്ടാകും. അവന്റെ സംസാരത്തിലെ മാന്യതയും സ്നേഹവും കണ്ടപ്പോൾ ഹർഷയ്ക്ക് വലിയ ആശ്വാസം തോന്നി. തന്റെ സങ്കടം മനസ്സിലാക്കുന്ന ഒരാളെയാണല്ലോ കൂടെ കിട്ടിയതെന്ന് അവൾ നന്ദിയോടെ ഓർത്തു. ദീപക് പതുക്കെ ഹർഷയുടെ കൈകളിൽ പിടിച്ചു. അവൾക്ക് എന്തോ വലിയൊരു സമാധാനം അനുഭവപ്പെട്ടു. അവർ രണ്ടുപേരും കട്ടിലിൽ കിടക്കുമ്പോൾ ദീപക് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അതൊരു വലിയ സുരക്ഷയുടെ പിടുത്തമായിരുന്നു. ഹർഷ തന്റെ തല അവന്റെ തോളിലേക്ക് ചായച്ചു. പഴയ ഓർമ്മകളുടെ വേദനകൾക്കിടയിലും ദീപകിന്റെ ആ തണലിൽ അവൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു. മനസ്സ് തുറന്നുള്ള ആ പെരുമാറ്റം കൊണ്ട് ദീപക് ഹർഷയുടെ ഉള്ളിലെ പേടിയെ അലിയിച്ചു കളഞ്ഞിരുന്നു. പുതിയൊരു ജീവിതത്തിന്റെ നല്ലൊരു തുടക്കമായിരുന്നു ആ രാത്രി. തലേ ദിവസത്തെ സങ്കടങ്ങളെല്ലാം പതുക്കെ മാറി പുതിയൊരു പ്രഭാതം വിരിഞ്ഞു. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി തോർത്തി ഹർഷ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ചുവന്ന പട്ടുസാരി ഉടുക്കുമ്പോൾ അവളുടെ കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പഴയ ഓർമ്മകൾ ഇടയ്ക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ദീപകിന്റെ സ്നേഹവും കരുണയും അവൾക്ക് നൽകിയ ആശ്വാസം വളരെ വലുതായിരുന്നു. സാരിയുടെ വശങ്ങൾ ശരിയാക്കി അവൾ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ദീപക് മുറിയിലേക്ക് വന്നത്. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കഴിഞ്ഞു. അവൻ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കി. ഹർഷയുടെ കണ്ണുകൾ ഉടക്കിയപ്പോൾ അവൻ മനോഹരമായി ഒന്ന് ചിരിച്ചു. ഹർഷ പതുക്കെ തല താഴ്ത്തി. പെട്ടെന്ന് ദീപക് അവളുടെ അടുത്തേക്ക് വന്നു. ഹർഷ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അവന്റെ കണ്ണുകളിലെ ആ തെളിച്ചം അവളെ ശാന്തയാക്കി. അവളുടെ തോളിൽ പുറത്തേക്ക് അല്പം തള്ളി നിന്നിരുന്ന ബ്രായുടെ വള്ളി കണ്ടപ്പോൾ അവൻ തന്റെ വിരലുകൾ കൊണ്ട് അത് സാരിക്കുള്ളിലേക്ക് വളരെ മാന്യമായി ഒതുക്കിവെച്ചു. ഇത് പുറത്തു കാണുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. ആ നിമിഷം ഹർഷയുടെ ഉള്ളിലൂടെ ഒരു ചെറിയ മിന്നൽ പോയി. വലിയൊരവകാശം സ്ഥാപിക്കാനല്ല, മറിച്ച് തന്റെ പെണ്ണിലെ ചെറിയ കുറവുകൾ പോലും ആരും കാണാതെ കാത്തുസൂക്ഷിക്കാനുള്ള അവന്റെ ആ മനസ്സാണ് അവളെ അത്ഭുതപ്പെടുത്തിയത്. അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ നന്ദിയും ഒപ്പം പുതിയൊരു ഇഷ്ടവുമുണ്ടായിരുന്നു. ദീപക് അവളുടെ നെറ്റിയിൽ മൃദുവായി ഒന്നു തലോടി. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം, റെഡിയല്ലേ? അവൻ ചോദിച്ചപ്പോൾ ഹർഷ സന്തോഷത്തോടെ തലയാട്ടി. ക്ഷേത്രത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ദീപക്കിനൊപ്പം നടക്കുമ്പോൾ ഹർഷയ്ക്ക് മുൻപെങ്ങും തോന്നാത്ത ഒരു സുരക്ഷിതബോധം തോന്നി. അവർ ശ്രീകോവിലിനു മുന്നിൽ കൈകൾ കൂപ്പി നിന്നു. തന്റെ ജീവിതത്തിൽ വന്നുപോയ നഷ്ടങ്ങളെ ഓർത്ത് ഹർഷയുടെ കണ്ണുകൾ ഒന്നു നിറഞ്ഞു. പക്ഷേ തൊട്ടടുത്തു നിൽക്കുന്ന ദീപകിനെ കണ്ടപ്പോൾ അവൾ പ്രാർത്ഥന മാറ്റി. ഇദ്ദേഹത്തെ എനിക്ക് തന്നതിന് നന്ദി. ഞങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാക്കണേ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ദീപക് തൊഴുതുകഴിഞ്ഞ് ചന്ദനമെടുത്തു ഹർഷയുടെ നെറ്റിയിൽ തൊടുവിച്ചു. അമ്പലം ചുറ്റി പുറത്തേക്ക് വരുമ്പോൾ ദീപക് അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു. ആ കൈകളിലെ ചൂട് അവൾക്ക് വലിയൊരു ധൈര്യമായിരുന്നു. ദീപക്കിനെ ഇഷ്ടപ്പെടാൻ തനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഹർഷ അന്ന് തിരിച്ചറിഞ്ഞു. പ്രണയിച്ച ആളെ നഷ്ടപ്പെട്ട വേദന പൂർണ്ണമായി മാറിയില്ലെങ്കിലും തന്നെ ജീവനെപ്പോലെ കരുതുന്ന ഈ മനുഷ്യനൊപ്പം ഒരു പുതിയ ലോകം പണിയാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടുമുറ്റത്തേക്ക് കയറി. ഉമ്മറത്ത് എത്തിയപ്പോൾ തന്നെ നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ടായിരുന്നു. അവർ അകത്തേക്ക് കയറുന്നത് കണ്ടതും ദീപകിന്റെ അമ്മ അടുക്കളയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്നു. രണ്ടുപേരും എത്തിയോ? നല്ല കാര്യമായി. ഞാൻ വിചാരിച്ചു വരാൻ വൈകുമെന്ന്. നിങ്ങൾ വരുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അമ്മ 2 ഗ്ലാസുകളിൽ നിറയെ ചൂടുള്ള പായസം അവർക്ക് കൊടുത്തു. ഹർഷയ്ക്ക് ആദ്യം ചെറിയൊരു ചമ്മൽ തോന്നിയിരുന്നെങ്കിലും അമ്മയുടെ ആ പെരുമാറ്റം കണ്ടപ്പോൾ ആ പേടിയൊക്കെ മാറി. ദീപക് ഒരു ഗ്ലാസ് വാങ്ങി വേഗം കുടിക്കാൻ തുടങ്ങി. അമ്മേ, പായസം സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ദീപക് ആസ്വദിച്ചു കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഹർഷ പതുക്കെ പായസം കുടിച്ചു നോക്കി. അമ്മേ, നല്ല രുചിയുണ്ട്, എനിക്ക് ഒരുപാടിഷ്ടമായി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താനുണ്ടാക്കിയ പായസം മരുമകൾക്കിഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. നിനക്കിഷ്ടമായല്ലോ, അത് മതി മോളെ, ഇനി നിനക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അമ്മ അവളുടെ തോളിൽ തട്ടി. ദീപക് ഇതൊക്കെ നോക്കി ഒന്നു കണ്ണ് ചിമ്മി കാണിച്ചു. ഈ വീട് തനിക്ക് തണലാകുമെന്ന് ഹർഷയ്ക്ക് ആ നിമിഷം ഉറപ്പായി.
പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ദീപകച്ചന്റെ അടുത്തേക്ക് പോയപ്പോൾ ഹർഷ മുറിയിലേക്ക് നടന്നു. വലിയ ആഭരണങ്ങളും ഭാരമുള്ള സാരിയുമൊക്കെയൊന്നു മാറി ഫ്രീ ആകണമെന്ന് അവൾക്ക് തോന്നി. മുറിയിലെത്തിയപ്പോൾ അവൾ ആലോചിച്ചത് ദീപകിന്റെ അമ്മയെക്കുറിച്ചായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചുവെച്ചു. മുടി അഴിച്ചിട്ടൊന്ന് ഫ്രീ ആയപ്പോ മനസ്സിനും വലിയൊരു സമാധാനം തോന്നി. ശേഷം പതിയെ അലമാര തുറന്ന് വസ്ത്രങ്ങൾക്കിടയിൽ തന്റെ ഒരു ചുരിദാർ തിരയുകയായിരുന്നു അവൾ. ഒരു ചുരിദാർ വലിച്ചെടുക്കുന്നതിനിടയിൽ ദീപകിന്റെ ഷർട്ടുകൾ അടുക്കിവെച്ചിരുന്ന തട്ടിൽ നിന്നും എന്തോ ഒന്ന് തെന്നി താഴെ വീണു. നിലത്ത് വീണ ആ ഫോട്ടോ കണ്ടതും ഹർഷയുടെ ഉള്ളൊന്നു കാളി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ഫോട്ടോ കയ്യിലെടുത്തു. അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. ലോകം തന്നെ നിലച്ചുപോയതുപോലെ അവൾക്ക് തോന്നി. ആ ഫോട്ടോയിൽ ദീപക്കിനൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കൽ അവളുടെ ജീവനായിരുന്ന പ്രവീണായിരുന്നു. രണ്ടുപേരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ അവർ അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് അവൾക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. ഇത്രയും കാലം താൻ സ്നേഹിച്ച ആളെക്കുറിച്ച് ദീപകിന് എല്ലാം അറിയാമായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ പിടിച്ചുലച്ചു. ഇവർ തമ്മിൽ ഇത്ര വലിയ ബന്ധമുണ്ടായിരുന്നോ? എന്നിട്ടും ദീപക്കേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഇരച്ചുവന്നു. പ്രവീണിന് ദീപക് എന്ന് ഇത്രയും അടുത്തൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ദീപക് തന്നോട് കാണിച്ച ആ കരുതലുകൾക്കും സ്നേഹത്തിനും പിന്നിൽ ഈ സൗഹൃദമായിരുന്നോ എന്ന് അവൾ ചിന്തിച്ചു. പ്രവീണിനു വേണ്ടി ദീപക് തന്നെ സംരക്ഷിക്കുകയാണോ? അവൾക്ക് അവളുടെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കട്ടിലിൽ തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി ചുരിദാറിൽ വീണുകൊണ്ടിരുന്നു. തലേദിവസം രാത്രി ദീപക് പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ കാതുകളിൽ മുഴങ്ങി. നിനക്ക് സമയം തരാം, ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. ഈ മാന്യതയ്ക്കെല്ലാം പിന്നിൽ മരിച്ചുപോയ തന്റെ സുഹൃത്തിനോടുള്ള കടപ്പാടാണോ എന്ന് അവൾ സംശയിച്ചു. സങ്കടവും നന്ദിയും ആകെ കലർന്ന ഒരവസ്ഥയിലായിരുന്നു അവൾ. തേങ്ങലുകൾ പുറത്തു കേൾക്കാതിരിക്കാൻ അവൾ വാ പൊത്തിപ്പിടിച്ചു കരഞ്ഞു. പെട്ടെന്നാണ് ദീപക് മുറിയിലേക്ക് കടന്നുവന്നത്. കരഞ്ഞു തളർന്നിരിക്കുന്ന ഹർഷയെ കണ്ടതും അവന്റെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ ചോദിക്കാനായി വാ തുറക്കുന്നതിനു മുൻപേ ദീപക് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി അവൻ തന്റെ കൈകൾ അവളുടെ അരയിലൂടെ ചുറ്റി അവളെ മാറോടണച്ചു. ആ ചേർത്തുപിടിക്കലിൽ വലിയൊരു സുരക്ഷിതബോധമുണ്ടായിരുന്നു. തന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തിക്കൊണ്ട് അവളുടെ തലയിൽ തലോടി അവൻ ആശ്വസിപ്പിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ഹർഷ ആ ഫോട്ടോ അവനെ കാണിച്ചു. ദീപക്കേട്ട, ഇത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നോ? എന്നോടെന്തേ ഇത് പറയാതിരുന്നത്? അവളുടെ വാക്കുകൾ കരച്ചിലിൽ മുറിഞ്ഞുപോയി. ദീപക് ഒരു ദീർഘശ്വാസമെടുത്തു. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വളരെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അതേ ഹർഷ, പ്രവീണും ഞാനും വെറും കൂട്ടുകാരല്ലായിരുന്നു, ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ മരിക്കാൻ നേരത്ത് പോലും നിന്നെക്കുറിച്ചായിരുന്നു വേവലാതിപ്പെട്ടത്. അവന് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞ ആ അവസാന നാളുകളിൽ അവൻ എന്റെ കയ്യിൽ പിടിച്ചു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. എനിക്ക് ശേഷം ഹർഷ തനിച്ചാവരുത്, അവളെ നീ കൈവിടരുത് എന്ന്. ഹർഷ ഞെട്ടലോടെ ദീപക്കിന്റെ മുഖത്തേക്ക് നോക്കി. ദീപക് തുടർന്നു, അവൻ നിന്റെ അടുത്ത് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കൽ സർപ്രൈസായിട്ട് നിനക്കെന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അവൻ നിന്നെക്കുറിച്ച് എല്ലാം എന്നോട് പറയുമായിരുന്നു. നിന്റെ സ്വഭാവവും നിന്റെ ഇഷ്ടങ്ങളുമെല്ലാം എനിക്ക് മനഃപ്പാഠമായിരുന്നു. പെട്ടെന്നൊരു വിവാഹാലോചനയുമായി വന്നാൽ നീ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് മാറാൻ ഞാൻ ഇത്രയും സമയം നൽകിയത്. ദീപകിന്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞിരുന്നു. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവീൺ നിന്നെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു ഹർഷ. പക്ഷേ ഇങ്ങനൊന്നുമാകുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന്റെ കണ്ണിലൂടെയാണ് ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയത്. നീ എത്ര നല്ല കുട്ടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് വലിയൊരു ഇഷ്ടവും ബഹുമാനവും പണ്ടേ തോന്നിയിട്ടുണ്ട്. പ്രവീണിന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഹർഷ എന്ന പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹർഷയുടെ ഉള്ളിലെ സങ്കടം ഒരു വലിയ ആശ്വാസത്തിന് വഴിമാറി. തന്റെ പ്രിയപ്പെട്ട പ്രവീൺ തന്നെ ഏൽപ്പിച്ചു പോയത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പ്രവീണിനോടുള്ള കടപ്പാടും ദീപക്കിനോടുള്ള പുതിയ പ്രണയവും അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾ തന്റെ കൈകൾ കൊണ്ട് അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ സങ്കടവും നന്ദിയും സ്നേഹവുമെല്ലാം കലർന്നിരുന്നു. ദീപക് അവളുടെ നെറ്റിയിൽ അലിവാർന്നൊരു ചുംബനം നൽകി. അവൾ സങ്കടത്തോടെ ദീപക്കിനെ കൂടുതൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണീർ അവന്റെ ഷർട്ടിൽ പടരുന്നുണ്ടായിരുന്നു. ആ വികാരനിർഭരമായ നിമിഷത്തിൽ അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞപ്പോൾ അവളുടെ തോളിൽ നിന്നും സാരിയുടെ തലപ്പ് പതുക്കെ തെന്നിയഴിഞ്ഞു താഴേക്ക് വീണു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാത്ത വിധം അവർ പരസ്പരം ആഴ്ന്നുപോയിരുന്നു. തന്നെ ജീവനെപ്പോലെ കരുതിയ ഒരാളുടെ ഓർമ്മകളും ഇനി ജീവിതാവസാനം വരെ തണലായി നിൽക്കാൻ പോകുന്ന മറ്റൊരാളുടെ സാമീപ്യവും ആ മുറിയിൽ ഒരു അനുഗ്രഹമായി നിറഞ്ഞുനിന്നു. ഹർഷയുടെ മനസ്സ് ശാന്തമായപ്പോൾ ദീപക് പതിയെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തു. അവളുടെ ശ്വാസത്തിന്റെ വേഗതയും ശരീരത്തിന്റെ ചൂടുമറിഞ്ഞപ്പോൾ താൻ പ്രവീണിന് നൽകിയ ആ വാക്ക് പൂർണ്ണമായും പാലിക്കുമെന്ന ഉറപ്പ് അവൻ നൽകുന്നതുപോലെ ഹർഷയ്ക്ക് തോന്നി. അവൾ പതുക്കെ ദീപക്കിന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം ഒന്നുകൂടി അമർത്തിവെച്ചു. സങ്കടങ്ങൾ പെയ്തു തോർന്ന ആ നേരത്ത് അവർ രണ്ടുപേരും പുതിയൊരു ലോകം പണിയുകയായിരുന്നു. ആ ചെറിയ മുറിയിൽ അപ്പോൾ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വലിയൊരാകാശം വിരിഞ്ഞു. പഴയ നോവുകളെല്ലാം മറന്ന് ദീപകിന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെപ്പോലെ ഹർഷ ഒതുങ്ങിക്കൂടി. അവന്റെ നെഞ്ചിലേക്ക് പൂർണ്ണ സ്നേഹത്തോടെ അവൾ ചാഞ്ഞു.